ഞാനിന്നേ ഇച്ചിരി മാങ്ങാക്കറി വയ്ക്കാൻ പോവുകയാണേ. പഴയ രീതിയിൽ വയ്ക്കുന്ന മാങ്ങാക്കറി തന്നെയാണ് ഞാനിന്ന് വയ്ക്കുന്നത്. എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും പണ്ടത്തെ രീതിയിലുള്ള മാങ്ങാക്കറിയാണ് വയ്ക്കുന്നത്. വിനാഗിരിയോ അങ്ങനെയുള്ള ഒരു സാധനവും ചേർക്കാതെയാണ് അമ്മയൊക്കെ ഇന്നും മാങ്ങാക്കറിയൊക്കെ വയ്ക്കുന്നത്. അമ്മയെന്നല്ല, പണ്ടത്തെ ആൾക്കാരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് എടുത്തിട്ടുള്ളത് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്, ഇത്രയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അല്ല, പണ്ടുള്ളവരൊക്കെ ഈ മാങ്ങാക്കറിയുടെ കൂടെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഇതൊന്നും ചേർക്കത്തില്ലായിരുന്നു. ഇപ്പോഴുള്ളവരാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിൽ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം, ഒരു 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് കലങ്ങട്ടെ. ഉപ്പും കായപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത്, കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ആ നിറം. അതുപോലെ മാങ്ങ ഇച്ചിരി കൂടുതലുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് വെള്ളം വേണ്ട, ചൂടുവെള്ളമാണ്. നമ്മൾ എപ്പോഴും തിളപ്പിച്ച് വെള്ളം വേണം ഇതിന് എടുക്കാനായിട്ട്. അതുപോലെ കട്ടകളെല്ലാം അരിച്ച് നല്ലവണ്ണം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് കടുക് വറുത്തെടുക്കാം. കടുക് വറക്കാനായിട്ട് കുറച്ച് നല്ലെണ്ണ, പണ്ട് മുതലേ അങ്ങനെയാണ്, നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് കടുക് ഇടുക, പിന്നെ ഇച്ചിരി ഉലുവ ഇടുക. ഇത് മാത്രമേ ഉള്ളൂ കടുക് വറക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ഈ പണ്ടുള്ള ആൾക്കാരൊന്നും ഉപയോഗിക്കില്ല. കടുക് ഇച്ചിരി കൂടുതലിടാം. അതൊന്ന് പൊട്ടി വരട്ടെ. ഇതാ പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഒരല്പം ഉലുവ കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നല്ലവണ്ണം വരട്ടെ. കലക്കി വെച്ചിരുന്ന കൂട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിക്കാം. ഉപ്പൊക്കെ ഈ കൂട്ടിൽ തന്നെ ഉണ്ട്. മാങ്ങയിൽ ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ആവശ്യത്തിന് ഉപ്പ് ഈ നമ്മുടെ മസാലയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, നല്ലവണ്ണം ഒന്ന് കലങ്ങട്ടെ. പണ്ടുള്ളവരൊന്നും ഈ വർഷങ്ങളോളം ഒന്നും മാങ്ങ കറി വെക്കത്തില്ലായിരുന്നു. ഫ്രഷായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കും. ഓണത്തിനൊക്കെ നമ്മൾ ഈ മാങ്ങാ കറി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച, മാക്സിമം ഒരാഴ്ച ഇരിക്കത്തുള്ളൂ. ഇതുപോലെ മാസങ്ങളും വർഷങ്ങളും ഒന്നും വച്ചിരുന്നല്ല പണ്ടുള്ളവരൊക്കെ മാങ്ങാക്കറി കൂട്ടുന്നത്. അരപ്പ് നല്ലവണ്ണം തിളച്ചിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് തണുത്ത് കിട്ടും. മാങ്ങ ആ കൂട്ടെല്ലാം നല്ലവണ്ണം തിളച്ചു. ഇനി നമുക്ക് ആ മാങ്ങ എടുത്ത്, അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ എടുത്ത് ഇതിലോട്ടൊന്ന് നമുക്ക് ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലാതെ ഈ മാങ്ങാക്കറിയിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. വിനാഗിരിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 2 ആഴ്ചത്തേക്കിരിക്കും. നമ്മൾ കുറച്ച് 2 കുപ്പിയിലായിട്ട് വച്ചിട്ട് എടുക്കുക. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു കുപ്പി എടുത്തിട്ട് ഒരു കുപ്പി മാറ്റി വയ്ക്കുക. എപ്പോഴും നമ്മൾ ഈ ഗ്ലാസ് കുപ്പി, ചില്ല് കുപ്പി തന്നെ എടുക്കണം. മാങ്ങാക്കറിയോ എന്ത് അച്ചാറായാലും ചില്ലുകുപ്പി തന്നെ നമ്മൾ കോരി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതാ നമുക്ക് അതിലോട്ട് കോരി മാറ്റാം. അതാ ഒരു കുപ്പി മാങ്ങാക്കറി ഉണ്ട്, ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ കണ്ടോ, അടിപൊളി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് മാങ്ങാക്കറി വെച്ച് നോക്കണേ.